ബോംബ് രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസ് നേതാവിന്റെ വീടിനും ജീവനും വേണ്ടി ഭീഷണിയുയർത്തിയ സിപിഐഎം രാഷ്ട്രീയത്തെ ജനാധിപത്യ സമൂഹം തിരിച്ചറിയണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. ഡിസംബർ 18 രാത്രി ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യദ്രോഹികൾ ബോംബിട്ട് തകർത്ത KPCC നിർവാഹക സമിതി അംഗം PK ഫൈസലിന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം പി. സംശുദ്ധ രാഷ്ട്രീയത്തിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ഫൈസലിനെ ഇല്ലായ്മ ചെയ്യാനും പഠന പഞ്ചായത്തിൽ UDF നേടിയ ഉജ്ജ്വല വിജയത്തിൽ വിരളിപൂണ്ട് നടത്തിയ അക്രമം CPIM ഉന്നത നേതാക്കന്മാരുടെ അറിവോടെ തന്നെയാണെന്നും കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു. ഈ പകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, അതുപോലെ തന്നെ അക്രമത്തിന്റെ രാഷ്ട്രീയം, ഖട്ടാരയുടെയും കൊലപാതകത്തിന്റെ രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ വിളിച്ച് അവരുമായി ദീർഘനേരം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, കുറ്റവാളികളെ പിടിക്കും, യാതൊരു തർക്കവുമില്ല, അതിനായിട്ട് ചില പ്രത്യേക സംവിധാനങ്ങൾ അവരൊരുക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ നിരന്തരമായി 1-2 പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അവരെന്നോട് കർശനമായി ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നും ശാസ്ത്രീയമായി അന്വേഷണം നടത്തി കുറ്റവാളികളുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പ്രതികളെയും ഗൂഢാലോചനയിൽ പങ്കുള്ളവരെയും എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ശക്തമായ സമര നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും എം പി മുന്നറിയിപ്പ് നൽകി. ഈ ജില്ലയിലെ സമുന്നതനായ ഒരു നേതാവിനെ വകവരുത്താനാണ് ഈ നീക്കം നടത്തിയത്, അല്ലാതെ വെറുതെ ഒരു വീടിനുകൊണ്ട് ബോംബെറിഞ്ഞിട്ട് പോകാനല്ല. ഫൈസൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബോംബ് സ്ഫോടനം ഇവിടെ നടത്തിയത്. കുറ്റവാളികൾ പിടിക്കപ്പെടണം. പിടിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. പഠന പഞ്ചായത്ത് പ്രസിഡന്റ് PV അസ്ലം, വൈസ് പ്രസിഡന്റ് P ബുഷ്ര, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ T രതില, ഷുഹൈബ് ബീരിശ്ശേരി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ PV അനിൽകുമാർ മാസ്റ്റർ, UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ, പഠന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K കുഞ്ഞമ്പു, കോൺഗ്രസ് നേതാക്കളായ KV ജനീന്ദ്രൻ, K സജീവൻ, PK താജുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു.